ഇപ്പോൾ നിൽക്കുന്നത് ഈച്ചാപുരത്താണ്. ഈച്ചാപുരം ആന്ധ്ര ഒഡീഷ ബോർഡറിലാണ് നിൽക്കുന്നത്. അപ്പോൾ പോകുന്ന വഴി ഹൈവേയുടെ സൈഡിലായിട്ടുള്ള ഒരു അമ്പലമാണ്. രാവിലെ ഞാൻ കണ്ണു തുറന്ന് ചെറിയൊരു ഉറക്കമായിരുന്നു. കണ്ണു തുറന്ന് എണീറ്റപ്പോഴത്തേക്കും ഈ അമ്പലത്തിന് മുന്നിൽ നിൽക്കുന്നതാണ് കണ്ടത്. നമ്മളെ ഗണേശണ്ണൻ സ്ഥിരം ഇതുവഴി പോകുമ്പോഴത്തേക്കും കയറുന്നൊരു അമ്പലമാണ്. പുണ്യാളയിൽ മുമ്പ് വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ രാവിലെ തന്നെ അത്യാവശ്യം നല്ല ആളുണ്ട്. ഏകദേശം ഇവിടെ ഒരു 5:30 ആവുന്നതേ ഉള്ളൂ സമയം. നല്ല വെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകളുമുണ്ട്. അമ്പലത്തിൽ ഒരുപാട് വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഓ അവിടെ ഒരു കൊച്ച് ബോധം പോണ് വോൾവോ. മാത്രമല്ല ഇതിന് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. ഏറ്റവും പുതിയ വണ്ടി കൊണ്ടുപോകുന്ന വഴി. അതിന്റെ അടുത്ത ചേസ് പറയാൻ വരുന്നുണ്ട്. നമ്മുടെ വണ്ടി അതുമായിട്ട് മല്ലിട്ട് നിക്കുമോ നോക്കിയാലോ? പറ്റുമോ? നമ്മള് ഓടം കൊണ്ടല്ലേ. നോക്കാം. ഓക്കെ, നോക്കാം. നമ്മള് വിചാരിച്ചാൽ നടക്കുമല്ലേ. ഒഡീഷയുടെ വോൾവേനെ നമ്മൾ പിടിക്കാൻ പോവുകയാണ് ലൈലായിട്ടും വെച്ച്. മത്സരമല്ല ചുമ്മാ ഒരു രസം രാവിലെ അല്ലേ, ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ. നമ്മളെ വോൾവോ കട്ടക്കിക്കാണ് ഒപ്പം. വെൽക്കം ടു ഒഡീഷ. നമ്മൾ ഈച്ചാപുരം ആന്ധ്രാപ്രദേശ് ബോർഡറിൽ നിന്നും ഈച്ചാപുരം കഴിഞ്ഞ് ഒഡീഷ കയറിയിരിക്കുകയാണ്. ഒഡീഷയിലെ ആദ്യത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അടിപൊളി ഹൈവേയും കാര്യങ്ങളുമാണ്. നല്ല മലനിരകളാണ്, നല്ല പ്രകൃതി ഭംഗി. എനിക്ക് സത്യം പറഞ്ഞ ഒഡീഷ ഭയങ്കര ഇഷ്ടമാണ്. സത്യം, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിന്ന കാഴ്ചകളാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. മറ്റേത് നാട്ടിലിപ്പോ കാളും എനിക്ക് ഈ തമിഴ്നാട് ആന്ധ്രയെക്കാട്ടിയും ഒഡീഷയിലോട്ട് കയറുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ആ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. രാവിലെ തന്നെ ആന്ധ്ര ഒഡീഷ ബോർഡർ ഈച്ചാപുരം കഴിഞ്ഞിട്ട് നമ്മൾ ഒഡീഷ കയറി. കുറച്ച് ദൂരം വന്നിട്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പമ്പിലോട്ടാണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. അത്യാവശ്യം കുളിക്കാനും തുണി കഴുകാനും കുക്ക് ചെയ്യാനും വണ്ടി ഇടാനും ഒക്കെയുള്ള എല്ലാ സൗകര്യമുള്ള പമ്പാണിത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്തുള്ള ഒരു മാർക്കറ്റിലോട്ട് പോവുകയാണ്. മീൻ വാങ്ങണം, കുറച്ച് പച്ചക്കറികൾ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ഫ്രഷായിട്ട് കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് ഫുഡൊക്കെ വെച്ച് കഴിച്ച് ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുന്നു. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്നത്തെ ദിവസത്തിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. നമ്മൾ മാർക്കറ്റിൽ എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് മീൻ ഇരിപ്പുണ്ട്. കൂടുതലും ഡാം മീനും കടൽ മീനും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ മീനിന്റെ പേരൊന്നും കറക്റ്റ് അറിയത്തില്ല. പക്ഷെ നമ്മൾ അതിന് കറക്റ്റ് കണ്ട സാധനം ഇവിടെ നമുക്ക് മത്തി ചാള കിട്ടുന്നുണ്ട്. ചാള 1 കിലോ 100 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. പിന്നെ ഭയങ്കര സാധാരണ നമ്മൾ ചന്തയിൽ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ടാവും. ചെറിയ ഈച്ചകളൊക്കെ ഉണ്ടാവും എല്ലായിടവും ഫിഷ് മാർക്കറ്റിലൊക്കെ. പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണുന്ന കേട്ടോ, ഒരു ഭയങ്കര ഈച്ചകളൊക്കെ ഉള്ള ഒരു മാർക്കറ്റായിരുന്നു. മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, മീൻ കട അടുത്തടുത്തായിട്ട് ഒരുപാട് കടകളുണ്ട്. ഇപ്പൊ എല്ലാ കടകളിലും നല്ലപോലെ ഈച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ മേടിച്ചത് പേരറിയത്തില്ല, കിലോ 200 രൂപയാണ്. അങ്ങനെ 2 കിലോ മേടിച്ച് 400 രൂപയായി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പാൽക്കഞ്ഞി. കണ്ടോ, പാൽ ഒഴുകി വരുന്നുണ്ടോ? വെള്ളം ചേർത്തന്നേ ഉള്ളൂ. 3 പേർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചോറ് ബാക്കി വന്നായിരുന്നു. അപ്പൊ നമ്മളത് രാവിലെ തൈരിൽ ഒഴിച്ചു വെച്ച് നമ്മള് കുറച്ച് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി അച്ചാറും കുറച്ച് രസവും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ. അതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്താണ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണത്. ശരി, അപ്പൊ ആ മുളക് ഉടക്കിനി തിന്നെ 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 ഞാൻ തിന്നും. ഇനി ഇതെങ്ങാട്ട് ഇതാണ് ഈ വെളുത്തുള്ളി അച്ചാറുണ്ടല്ലോ, മൊത്തത്തിൽ ഇട്ട് പിടി പിടിച്ചിട്ട് ഇങ്ങനെ വഴി കഴിക്കണം, ഇങ്ങനെ വഴിക്കണം. അടിപൊളി പൊളി കാണാം.
നമുക്ക് 3 നേരം പഴങ്കഞ്ഞി മതി. രാവിലെ തന്നെ നല്ല അടിപൊളി പഴങ്കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത ഉച്ചയ്ക്കുള്ള ഊണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോറും മീൻകറിയും രസവും ഒക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇന്നത്തെ വേറെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ ഗണേശനും കൂടെ ഉണ്ട്, തമിഴ്നാട് സ്വദേശി. അപ്പോൾ അണ്ണൻ്റെ സ്റ്റൈല്, തമിഴ്നാട് സ്റ്റൈലിലാണ് നമുക്കിന്ന് മീൻകറി ഉണ്ടാക്കി തരുന്നത്. അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ അണ്ണൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാം. മീൻ ഫസ്റ്റ് നല്ല ഉപ്പ് മഞ്ഞൾത്തൂൾ പോട്ട് നല്ല കഴുവി എടുക്കാം. കഴുവി എടുത്തിട്ട് അപ്പുറം വെച്ചിട്ട് വെങ്കായം, പൂണ്ട്, പച്ചമുളക്, തക്കാളി நல்லா வணக்கிட்டு மத்து போட்டு நல்லா கடைஞ்சி எடுத்து வச்சுட்டு கிரேவி மாதிரி பின்ன குறைச்சி வெங்காயம் பச்சை மிளகாய் இட்டு வணக்கிட்டு மசாலா அதில் இடாங்க இட்டு நல்லா கலக்கிட்டு புளி ஊற்றாங்க. புளி ஒழிக்கணும். புளி ஊற்றிட்டு வெள்ளம் அத்தனை வெள்ளம் ஊற்றி நல்லா கொதிக்க விட்டுட்டு பின்ன மீன் இட்டுட்டு இறக்கி வைக்கலாம். ஓகே, இது உங்கள் ஒரு ஸ்டைலு. ഓക്കെ, മീൻ കുളമ്പ്. എന്താ മീന പേര്? പാറ. ഓക്കെ. പിന്നെ നമുക്ക് രസം, കഴിഞ്ഞ ദിവസത്തെ രസം ഉണ്ടല്ലേ? രസം ബാക്കിയുണ്ട്. പാചകം എല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് ചോറും മീൻകറിയും രസമൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോകുന്നത്, യാത്ര തുടങ്ങുന്നത് രാത്രി മാത്രമാണ്. കാരണം നമ്മൾ കൂടുതലും രാത്രി ഓട്ടമാണ് ചെയ്യുന്നത് ഈ ഒരു യാത്രയിൽ. അതുകൊണ്ട് തന്നെ രാത്രി ഒരു 8 മണി സമയത്ത് മാത്രമേ ഇനി വണ്ടി എടുക്കുന്നുള്ളൂ. അതുവരെ എല്ലാവർക്കും ഒന്ന് റെസ്റ്റാണ്. കാരണം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ RTO, പോലീസ്, പിടിച്ചുപറി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഭാഗത്തോട്ട് കൂടുതലായിട്ടുണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നു. എനിക്ക് കൂടുതൽ ഈ റൂട്ട് വരാത്തതുകൊണ്ട് അറിയത്തില്ല. ഈ വെസ്റ്റ് ബംഗാളിലോട്ടാണ് ഇനി യാത്ര. കൊൽക്കത്തയിലോട്ടാണ് നമ്മൾ അടുത്ത സ്റ്റോപ്പായിട്ട് കണക്ക് കൂട്ടുന്നത്. രാത്രി കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഓടി എത്തണം. നമുക്ക് ഈ കൊൽക്കത്തയിലോട്ട് കയറുമ്പോഴത്തേക്ക് പ്രത്യേക പാസും ഇതും കാര്യങ്ങളൊക്കെ വേണം. അതെന്തിനാണ്? ഇവിടെ എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനും പിന്നെ ഇവിടെ ഒരു ടെംപററി പെർമിറ്റ് ഉണ്ട് 10,000 രൂപയുടെ. പിന്നെ മെക്കാനിക്കൽ പെർമിറ്റും ടെംപററി പെർമിറ്റും എന്നാ പറയുന്നത്. അപ്പം ഇത് രണ്ടും വേണ്ടി നമ്മളിപ്പോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ PDF നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര രൂപ നമുക്ക് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള 9,500 രൂപ അതിന്റെ ഫീസും 500 രൂപ ഇത് ചെയ്തു തരുന്ന അയാളുടെ ബ്രോക്കർ ഫീസും. അങ്ങനെ 10,000 രൂപയാണ് നമുക്ക് ഈ ഒരു പേപ്പർ എടുക്കാനായിട്ട് ചെലവാണ്. അതായത് കൊൽക്കത്ത അല്ലെങ്കിൽ വേണ്ട വെസ്റ്റ് ബംഗാൾ കയറണമെങ്കിൽ നമുക്ക് 10,000 രൂപ അധിക ചെലവുണ്ട്. അതെ അതെ അതെ. നമ്മൾ ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് ടാക്സ് ഇട്ടതിന് ശേഷമാണ്, കൊടുത്തതിന് ശേഷമാണ്. അപ്പൊ ഇത് നമ്മളെ ഓൾ ഇന്ത്യയിൽ പെടത്തില്ല ഈ കൊൽക്കത്ത, അത് ഈ വെസ്റ്റ് ബംഗാൾ. അത് വിടും പെട്ടിട്ട് വീണ്ടും മനുഷ്യർ ഓരോരോ നിയമങ്ങൾ. അപ്പൊ അതും കഴിഞ്ഞ് ഇപ്പൊ ഇനിയിപ്പം അങ്ങോട്ട് പോകുമ്പോ നമുക്ക് കാണാം ഒരു റൗഡി ചെക്ക് പോസ്റ്റ് വരും. റൗഡി മാമൂലുണ്ട്. അതായത് വെസ്റ്റ് ബംഗാൾ കയറിയ ശേഷമാണോ അതിന് മുമ്പാണോ? കയറിയതിനു ശേഷം നമ്മളിപ്പോ ബോർഡ് കാണും, വെൽക്കം ടു വെസ്റ്റ് കൊൽക്കത്ത എന്ന് പറഞ്ഞുകൊണ്ട്. ആ ബോർഡ് കയറി ഒരു 2-3 കിലോമീറ്ററിനകത്ത് ആദ്യം ഫസ്റ്റില് റൗഡി ചെക്ക് പോസ്റ്റ് വരും, റൗഡി മാമൂല് വരും. ഇത് ഈ റൗഡി മാമൂൽ, റൗഡി ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ റൗഡികൾ നടത്തുന്നതാണോ അതോ പോലീസ് നടത്തുന്നതാണോ? അവിടെ പോലീസ് അതിന്റെ അപ്പുറത്ത് വേറെ ഉണ്ട്. അപ്പൊ ഇത് റൗഡികൾക്ക് അത് കൊള്ളാം കേട്ടോ, റൗഡികൾക്ക് വേണ്ടിട്ട് ഒരു ചെക്ക് പോസ്റ്റ്. അതെ അതെ. എന്ന് വെച്ചാ ചെക്ക് പോസ്റ്റ് ആയിട്ടല്ല, റൗഡികൾ റോഡിൽ നിൽക്കും, പൈസ ചോദിക്കും, പൈസ കൊടുക്കും. ഇതിന് നമ്മൾ റൗഡി മാമൂൽ എന്നാണ് പറയുന്നത്. അതിന് റൗഡി മാമൂൽ എന്നാണ് ഇവിടെ പറയുന്നത്. അല്ല, തമിഴ്നാട്ടുകാര് പറയുന്നത് ഇങ്ങനെയാണ്, റൗഡി മാമൂല് എന്ന് പറയും. എത്ര രൂപ കൊടുക്കും? അത് 100 രൂപ. 100 രൂപ. അതിന്റെ അപ്പുറത്ത് പോലീസുകാർ ഇപ്പുണ്ടേ, അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തായിട്ട് പോലീസുകാർ നിപ്പുണ്ട്, അവർക്കും കൊടുക്കണം. ഓക്കെ. അപ്പൊ ഇനി അങ്ങോട്ട് കൂടുതലും പൈസ പിരിവാണ്. അതെ 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 അതെ. അപ്പൊ നമ്മൾ ഇത്രയും നമ്മളിപ്പോ ഇത്രയും ഒഡീസ ഓടിയിട്ട് നമുക്ക് 1 രൂപ ചെലവ് വന്നിട്ടില്ല. അതെ, 1 രൂപ പോലീസിനോ അല്ലാതെ ആർക്കും നമ്മൾ കൊടുത്തിട്ടുമില്ല. ആന്ധ്രയിലെ ചെക്ക് പോസ്റ്റിന് നമ്മൾ 700. നമ്മളത് ഈ രാത്രി മാത്രം ഓടിയത് കൊണ്ട് മാത്രം ഓടുന്നതുകൊണ്ടാണ്. പകൽ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം നമുക്ക് ഡീസൽ മൈലേജ് കിട്ടത്തില്ല. പിന്നെ പിരിവ് എത്ര രൂപ വരെ നമുക്ക് പെറ്റിയില്ല. ഈ പൈസ കൊടുത്ത് പോവാ. രസീതൊന്നും ഇല്ല. സമയം ഏകദേശം 6:28 ആയപ്പോഴത്തേക്കും നമ്മൾ ഒഡീഷ ബാലസോർ എത്തി കേട്ടോ.
നാഷണൽ ഹൈവേക്ക് കുറുകെ ആയിട്ടുള്ള ഒരു റെയിൽവേ ക്രോസിംഗിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ. ഒരുപാട് സ്ഥലത്തൊന്നും ഈ ഒരു കാഴ്ച കാണാൻ പറ്റത്തില്ല. ഇനി ഇവിടെ ഒരുപാട് നാൾ കാണത്തുമില്ല. മേൽപ്പാലം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് ബംഗാൾ ബോർഡിലാണ്. നമ്മൾ വെസ്റ്റ് ബംഗാളിലോട്ട് കയറാൻ പോവുകയാണ്. അടുത്ത് നമ്മളെ വണ്ടി കൈ കാണിക്കാൻ വേണ്ടി ഒരു റൗഡി ചെക്ക് പോസ്റ്റാണ്. ആളുകൾ കൂടി. रेगुलर गाड़ी है भैया, रेगुलर गाड़ी है, हाँ रेगुलर गाड़ी, नहीं रेगुलर गाड़ी, रेगुलर गाड़ी 100 രൂപ കൊടുക്കണ്ട. ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. അതാരാണ്, എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ ഫ്രണ്ടിൽ പോയ വണ്ടി വെട്ടിച്ചു പോയി. അതെ. പക്ഷെ പുള്ളിക്കാരൻ കൊണ്ടുപോയപ്പോഴത്തേക്കും ഒരാൾ മാത്രമേ നിന്നോളൂ. നമ്മളെ വണ്ടി എത്തിയപ്പോഴേ 3 പേര് 3 ഭാഗത്തുനിന്ന് ഓടി വന്നു. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ബോർഡിലോട്ടാണ്. അവിടെ പോലീസ് ചെക്ക് പോസ്റ്റ് എന്നാണ് പറയുന്നത്. പോലീസ് തന്നെ ആളെ നടത്തി പൈസ പിരിക്കുന്ന ഒരു കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അടുത്ത 100 രൂപ കൊടുക്കുള്ളത്. अरुणाचल प्रदेश रेगुलर गाड़ी है भैया, ये रेगुलर गाड़ी है, रेगुलर गाड़ी 100 और रेगुलर गाड़ी है, और रेगुलर गाड़ी भैया, रेगुलर गाड़ी भैया. रेगुलर गाड़ी है 500 साहब, रेगुलर गाड़ी भैया सर. നമ്മൾ 200 കൊടുത്തിരിക്കുകയാണ്. നമ്മൾ 500 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 500 ചോദിച്ചിരിക്കുന്നത് പോലീസാണ്. 100 കൊടുത്തു. 100 പറ്റത്തില്ല, 500 വേണമെന്ന് പറഞ്ഞ് നമ്മൾ റെഗുലർ ഗാഡിയാണ്. ഏതാണ് പിടിച്ചാൽ നിർത്തി കൊടുത്തിട്ടാ അത് എവിടുത്തെ വണ്ടി നമുക്ക് അത് നമ്മുടെ തെലങ്കാനയോ അല്ലെങ്കിൽ എന്തായാലും അവസാനം അവര് 200 വേണം എന്ന് പറഞ്ഞു. 200 കൊടുത്തു. നോ റെസിപ്റ്റ് ഒന്നുമില്ല. ഇത് കൈക്കൂലി. വെസ്റ്റ് ബംഗാൾ ബോർഡറിലാണ് ഇപ്പൊ ഈ ഒരു കൈക്കൂലി മേടിച്ചിരിക്കുന്നത്. ബോർഡർ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലേ, ജസ്റ്റ് ഒരു സംഭവം. എന്താ മറ്റേ ബാരിക്കേഡ് എടുത്ത് ഇടുക. അത് വേറൊരാളാണ്. ഇവിടുത്തെ റൗഡിയാ. പിന്നെന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെയാണ്. റൗഡിക്ക് 50, പോലീസിന് 200. അത് നമ്മളടുത്ത് ചോദിച്ചു വാങ്ങിയാണ് 200. ആദ്യം നമ്മൾ 100 കൊടുക്കുന്നുണ്ട്. സാധാരണ ഇവിടെ റെഗുലർ ആയിട്ട് 100 കൊടുക്കുന്നത്. പക്ഷെ 100 കൊടുത്തപ്പോഴത്തേക്ക് നമ്മളെ വണ്ടി കെയിലാണെന്ന് മനസ്സിലായിട്ട് 500 ചോദിച്ചു. 500 ചോദിച്ചു. അപ്പൊ നമ്മൾ അവസാനം 200-ൽ ഡീൽ ഉറപ്പിച്ചു. സാറന്മാർക്ക് ഭയങ്കര സന്തോഷമായി. 100 കൂടെ അധികം കിട്ടിയപ്പോ. അല്ലെങ്കിൽ ബുക്കും പേപ്പറും എടുത്തോണ്ട് പോവാ, ബില്ല് എടുത്തോണ്ട് പോവാ, പേപ്പർ എടുത്തോണ്ട് പോവാ, ലോഡ് ചെയ്ത് എത്ര കിലോ ഉണ്ട്, എത്ര ടണ്ണുണ്ട്, എങ്ങോട്ട് പോകണം. അതെ, വെസ്റ്റ് ബംഗാൾ തുടക്കം തന്നെ ഇങ്ങനെയാണ്. അപ്പൊ ഇനി നമ്മൾ ഇത് വഴി എത്ര അങ്ങോട്ട് ഇനി ഓരോരോ വീഡിയോകളുണ്ട്, വൈകിട്ട് കാണാം. അതെ അതെ, ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് RTO അല്ല, പോലീസാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിലെ RTOയ്ക്ക് വിലയില്ല, പോലീസിനാ പവർ. വെസ്റ്റ് ബംഗാൾ കയറിയ ശേഷം ആദ്യത്തെ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത്. LNT പെട്രോൾ പമ്പ് എന്നാണ് പറയുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് ഏകദേശം LNT എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
കറക്റ്റ് ആണോ ഇല്ലയെന്ന് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. ചോദിച്ചിടത്തോളം LNT പമ്പ് എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. ആ പമ്പിൽ പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. ഇവിടെ വന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു, ഈ ഒരു പണപ്പിരിവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളതിന് 200 രൂപ മേടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ 100 രൂപ കൊടുത്തിട്ട് വേണ്ട 200 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവരെല്ലാവരും 50 രൂപയാണ് കൊടുക്കാറുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 50 രൂപ കൊടുക്കുമ്പോഴത്തേക്കും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ 100 രൂപ കൊടുത്തോണ്ടായിരിക്കും ഇനി നമ്മൾ റിച്ച് പീപ്പിൾ ആണെന്ന് വിചാരിച്ചിട്ട് 500 ചോദിച്ചതല്ലേ. പൈസ പിരിവ് ഗുണ്ടകളല്ല, ഗുണ്ടകളും മേടിച്ച് അല്ല പോലീസ് ഗുണ്ടകൾ മേടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോലീസ് 200 രൂപ മേടിച്ച്. പക്ഷെ അണ്ണന്മാര് പറഞ്ഞത് തമിഴ്നാട് സ്വദേശികൾ പറഞ്ഞ ആണല്ലേ. അണ്ണന്മാർ പറഞ്ഞത് 50 രൂപ മേടിക്കത്തുള്ളൂ. 50 രൂപ കൊടുത്തിട്ട് നമ്മൾ കൂടുതൽ സംസാരിച്ച പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ജസ്റ്റ് സ്ലോ ചെയ്ത് ഡൗൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങോട്ട് വരും, പൈസ ചോദിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും 50 രൂപയും കയ്യിൽ വെച്ച് കൊടുത്താൽ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ അവിടെ നിർത്തി 50 രൂപ കൊടുത്ത് ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അവർ കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഇരുന്നാൽ 50 പോരാ 500 വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൈസ ചോദിക്കും. സംസാരിക്കാത്ത കാര്യങ്ങൾ കൊടുത്തിട്ടൊക്കെ പോയി അതെ. ഇപ്പം എന്തായാലും നമുക്ക് 200 രൂപ കൊടുക്കേണ്ടി വന്നു. ഓക്കെളിയാ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളിവിടെ LNT പമ്പിലാണ് നിൽക്കുന്നത്, പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. നമ്മളിനി രാത്രി മാത്രമേ പോകത്തുള്ളൂ. ഫുഡൊക്കെ വേവിച്ച് കഴിച്ച് കഴിഞ്ഞ ദിവസത്തെ കണക്ക് തന്നെ ഈ രാത്രി പോണതിൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഇത് കണക്ക് പണപ്പിരിവാണ്, പൈസപ്പിരിവാണ്, കൈക്കൂലിയാണ് എല്ലായിടും. പിന്നെ ട്രാഫിക്കും ഉണ്ട്, അതൊരു കാര്യം. അതല്ലാതെ മുതലെടുക്കാനായിട്ട് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തുണ്ട്. കൂടുതൽ വെസ്റ്റ് ബംഗാളിൽ ഈ പരിപാടി തന്നെയാണ് കൂടുതൽ നടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ പാർക്കിങ്ങിൽ കയറിയപ്പോഴത്തേക്കും നമ്മുടെ റോളക്സിൻ്റെ 2ാമത്തെ വണ്ടിയിലാണ് നമ്മൾ വന്നത്. റോളക്സിൻ്റെ ആദ്യത്തെ വണ്ടി ഫസ്റ്റ് ലോറി നമ്മുടെ ഈ പാർക്കിങ്ങിനകത്ത് കിടക്കുകയാണ്. അവർ തിരിച്ച് നാട്ടിലോട്ട് കോട്ടയത്തോട്ടാണ് പോകുന്നത് ലോഡ് എടുത്തുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ച് കണ്ടു. അപ്പോൾ നമ്മളിനി ഒരുമിച്ച് ഇവിടെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവർ കേരള ഭാഗത്തോട്ട് നമ്മൾ നേരെ അരുണാചൽ പ്രദേശത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ സംസാരിക്കാം. റോളക്സിന്റെ ദില്ലി വണ്ടി അല്ലേ? ദില്ലി വണ്ടിന്റെ അളിയന്മാരെ പരിചയപ്പെടാം. പറയലേ അനന്ത്, സ്ഥലം കൊട്ടാരക്കര, അടൂര് അല്ലേ? ജയൻ വെളികം. ഓക്കെ. ഇന്ന് നമ്മുടെ സ്റ്റൈല് കേരള സ്റ്റൈല് ചിക്കൻ കറി. അതെ അണ്ണന് കേരള സ്റ്റൈല് സ്പെഷ്യൽ ആയിട്ട് അണ്ണ ഇന്നലെ നമുക്ക് മീൻകുളം പഠിച്ചു. നമ്മള് ചിക്കൻ മറ്റേ പീക്കങ്ങ കറിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് ഉച്ചയ്ക്കുള്ളതാണ്. നമ്മൾ മൊത്തം 7 പേരുണ്ട്. 7 പേർക്കായിട്ട് നമ്മൾ ചിക്കൻ മേടിച്ചിട്ട് നമ്മൾ മസാലയൊക്കെ ഇട്ടല്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ അരിനളിയൻ ഉള്ളി അരിയുന്നുണ്ട്, അനന്തളിയൻ സവാള അരിയുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കലത്തിലാണ് അരി വയ്ക്കുന്നല്ലേ? ഒരു കലത്തിൽ അരിയും 2 ഗ്യാസ് അല്ലേ? 2 വണ്ടിയിൽ നിന്ന് ഗ്യാസ്. അതെ. അപ്പൊ നിന്ന് കത്തുന്നല്ല. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മള് സവാളയും ഉപ്പും ഇട്ട് വഴട്ടും. എന്നിട്ട് തക്കാളി, പച്ചമുളക്, പിന്നെ മസാല എല്ലാം മൂത്ത് കഴിയുമ്പോ നമ്മള് ചിക്കൻ ഇടും. അപ്പൊ നമ്മളെ അനന്ത് അളിയൻ ഒരു പ്രൊഫഷണൽ കുക്കാണ് അല്ലേ? പ്രൊഫഷണൽ നമുക്ക് ഹോട്ടലുണ്ടായിരുന്നു, അങ്ങനെ അവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചതാ. എന്തൊക്കെ സ്പെഷ്യൽ ചെയ്യും? മന്തി വെക്കും. എല്ലാരും മന്തി, ബിരിയാണി, പൊറോട്ട, ചിക്കൻ കറി, ബീഫ് കറി, ബീഫ് ഫ്രൈ, പിന്നെ കൂടെ പോയാ നല്ല വായിക്ക് രുചിയായിട്ട് ആഹാരം. ചൈനീസ് ഐറ്റംസ് എല്ലാം ഒക്കെ അറിയാം. ചില്ലി ചിക്കൻ, പെപ്പർ ചിക്കൻ, ഓക്കെ. അത് ഒരുമാതിരിപ്പെട്ട എല്ലാം അറിയാം അത്യാവശ്യം. പിന്നെ എങ്ങനെ നമ്മൾ ഈ ലോറി ഫീൽഡിലോട്ട് എത്തി? അന്നും വണ്ടി പോവായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പൊ ഹോട്ടല് ഭയങ്കര നഷ്ടം വേണ്ടത് ഇപ്പൊ ഇല്ല. ഹോട്ടൽ എവിടെയായിരുന്നു? അത് നമ്മുടെ നാട്ടിൽ തന്നെ, വെലങ്ങര. ഓക്കെ. അപ്പൊ അന്ന് വണ്ടി പോവായിരുന്നു. വേറെ ആൾക്കാർ, വേറെ നമ്മുടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, പുള്ളിയും കൂടെ ആയിരുന്നു, നമ്മൾ 2 പേരും ആയിരുന്നു. ഇവിടുത്തെ ചിക്കൻ വിലയും മട്ടൻ വിലയൊക്കെ എങ്ങനെയാണ്? ഇവിടെ മട്ടന് കിലോ 800 രൂപ. നമ്മുടെ നാട്ടിലാണെന്നല്ലോ. നമ്മുടെ നാട്ടില് 500 രൂപയ്ക്ക് കിട്ടും. അത് പല സ്ഥലത്ത് പല വിലയാ. ഈ ഭാഗത്തൊക്കെ 800 രൂപ മേടിക്കും. ഇച്ചിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 500 രൂപയുള്ളൂ. ആസാമിൽ 500 രൂപ. 500 രൂപയുള്ളൂ. നമ്മുടെ നാട്ടിലോ? നമ്മുടെ നാട്ടിൽ 1000 രൂപ, 1200 രൂപ.
നമ്മൾ ഈ മട്ടൻ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അങ്ങനെയാണ്. അവിടെ അങ്ങനെ ആരും മട്ടൺ ഉപയോഗിക്കത്തില്ലല്ലോ, ഇവിടെ എല്ലാം മട്ടനേ ഉള്ളൂ. കുറച്ച് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഉണ്ടായിരുന്നു, വേസ്റ്റ് ചെയ്ത് കളയണ്ടെന്ന് വിചാരിച്ച് മൊത്തം കിട്ടാക്കാന്ന് വിചാരിച്ചു. ഇനി അടച്ചു പോയി. ഈ വെള്ളം നമ്മൾ ഒഴിച്ചില്ല, നമുക്ക് ഈ വേവിച്ച് വേവിച്ചില്ലേ ഒരു തുള്ളി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ആവശ്യം ആള് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് വറ്റിച്ച് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. നമുക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ച സാധനം കിട്ടി. വെസ്റ്റ് ബംഗാളിലും കറിവേപ്പില കിട്ടിയില്ലേ? ഇത് ഇവിടെ അങ്ങനെ അധികം കിട്ടത്തില്ല. കറിവേപ്പില എല്ലായിടത്തും ഇവരങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കത്തില്ല. ഇവിടെ ഇപ്പൊ വണ്ടിക്കാരെല്ലാരും ഉള്ളതുകൊണ്ടാണ് ഈ കറിവേപ്പില ഇവിടെ വരുന്നത്. നമ്മൾ കടയിൽ പോയാലും ഇത് സാധനം കിട്ടത്തില്ല. ഇവിടെ എല്ലാവരും മല്ലിയില ഉപയോഗിക്കും. മല്ലിയിലയാണ് കൂടുതൽ. ലാസ്റ്റ് പരിപാടി ഇച്ചിരി കുരുമുളക് പൊടി. അവസാന ഘട്ടം കുരുമുളക് പൊടി. കറിക്ക് മണം വരുന്നുണ്ടല്ലേ? മണം ഉണ്ടല്ലേ? ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. അതിന്റെ ഞാൻ ടേസ്റ്റിന് ലാസ്റ്റ് മല്ലിയില. 2 കറിവേപ്പില. കറിവേപ്പിലയും കൂടെ ഇടുക. അടച്ചങ്ങ് വെക്കുക. അടച്ചങ്ങ് വെക്കുക. ഇനി കഴിക്കാൻ നേരം ഓപ്പൺ ആക്കിയാൽ മതി. അതെ. അപ്പൊ ഇത് കുറച്ചും കൂടെ ഒക്കെ അകത്ത് നിന്ന് ആ ഹീറ്റിൽ വെന്തിരിക്കുമല്ലേ? ഇനിയിപ്പോ ആ ചൂടിൽ ഇരുന്ന് ഒന്നുകൂടെ വേവും. വെന്ത് ഓൾറെഡി നല്ല രീതിയിൽ വെന്ത് അറിയാം. സൗകര്യം വേണം. പച്ചക്കറി നല്ലൊരു അവിടെ വാ, ചോറ് കൊടുത്തോളാ. മതി ധന്യവാദ്. നിന്റെ ഓർമ്മയ്ക്ക് ആൾ കാണാം. നിന്റെ ഓർമ്മയ്ക്കടാ നീ തന്നെ. ചോറും ചൂട് അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഡബിൾ ഡ്രൈവർ ആയിട്ടുണ്ട്. അതായത് മറ്റേ വണ്ടിയിൽ 3 പേരുണ്ടായിരുന്നു. അതിലൊരു ഡ്രൈവർ അരുൺ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് മുമ്പ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഇനി നമ്മളോടൊപ്പം ഈ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ ഉണ്ണിയളിയനും അരുണളിയനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണു ആ വണ്ടിയിൽ കയറിയിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. നിലവിൽ എല്ലായിടും പകലാണ് യാത്ര ചെയ്യാൻ സേഫ്. ഇവിടെ വെസ്റ്റ് ബംഗാൾ വെച്ച് നോക്കുകയാണെങ്കിൽ രാത്രിയാണ് യാത്ര ചെയ്യാനായിട്ട് സേഫായിട്ടുള്ള സമയം. അപ്പോൾ നമ്മൾ രാത്രിയാവാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ ലോക്കൽ ഗുണ്ട അല്ലെങ്കിൽ റൗഡികൾ അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. അവർ നമ്മുടെ വണ്ടി തടയും. അവർക്ക് 50 രൂപ 100 രൂപ ചോദിക്കുന്ന പൈസ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ ആക്രമിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അവർക്കും പൈസ കൊടുക്കണം. തൊട്ട് 100 മീറ്റർ പോലീസ് നിൽക്കുന്നതിൻ്റെ 100 മീറ്റർ ഗ്യാപ്പിലാണ് ഇവർ നിൽക്കുന്നത്. രണ്ടുപേരും അടുത്തടുത്തൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇനി മുന്നോട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെസ്റ്റ് ബംഗാൾ LNGയിൽ വെച്ച് നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ അടൂർ സ്വദേശി അല്ലേ മനു, നമ്മളെ മറ്റേ ചേട്ടൻ ലിജോ, സ്ഥലം പത്തനംതിട്ട കലഞ്ഞൂർ ലിജോ. ഓക്കെ, നമ്മളെ വണ്ടി ഇതാണ്. പലർക്കും ഒരു സംശയം കാണാം, നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് ഇത്രയും ദൂരമൊക്കെ ഇത് വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ മെച്ചം ഉണ്ടാവുമെന്ന്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളത് നോക്കിയിട്ടല്ലേ ഉപയോഗമുണ്ട്. എങ്ങനെയായാലും പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ നമ്മള് 6 വീൽ ആകുമ്പോഴത്തേക്കും കുറഞ്ഞ ടണ്ണേജ് ആയിരിക്കും. അപ്പൊ അതാണ് ചോദിച്ചത്. കമ്പനി അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പനി പൈപ്പാണോ? അതെ അതെ. ഓക്കെ, യൂറോ കണ്ട്. ഓക്കെ. അപ്പൊ നമ്മളിനി എങ്ങോട്ടാണ് യാത്ര? ഇവിടെ നിന്ന് ഈ ലോഡ് എങ്ങോട്ട് ഇറക്കേണ്ടത്? ഗുവാഹട്ടി, ആസാം. പക്ഷേ നമുക്കിവിടെ പാർക്കിങ്ങിലാണെങ്കിലും ശരി, നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഡൽഹി ട്രിപ്പായിരുന്നു. ഡൽഹി മാർക്കറ്റിലേക്ക് നമ്മൾ പൈനാപ്പിളും കൊണ്ട് പോയത്, വാഴപ്പുളം കൊണ്ട്. അവിടെ ചെന്നിട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പോലും, ഒന്നാമത് മാർക്കറ്റിന്റെ അവസ്ഥ പരിതാപകരമാണ്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നവര് നമ്മളൊന്ന് അത്രയും ഓടിച്ച് ചെന്ന് ക്ഷീണം കാരണം ഒന്ന് കിടന്നുറങ്ങുമ്പോൾ അന്നേരം വന്ന് മുട്ടി വിളിക്കുക, കോട് 100 കോട് 150 കോട് 200 കോട്. അതെ, അത് പോട്ടെ, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ 100 കോട് 200 കോട് 100 എന്തിനാ? അത് സെക്യൂരിറ്റി.
ആ മാർക്കറ്റിൽ അത്രയും വലിയ മാർക്കറ്റിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരുത്തം വന്നിട്ട് 100 രൂപ കൊടുക്കുക. 100 രൂപ കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, അവർ പറയും കൊടുത്തോ സെക്യൂരിറ്റി ആണ്. അത് കഴിയുമ്പോൾ തൂക്കാൻ വന്നവൻ 50 കോട് 50 എന്താ നമ്മൾ വണ്ടി തൂപ്പിച്ചില്ലല്ലോ എന്ന് പറയുന്നത് വണ്ടി തൂത്തല്ലേ, നിലം തൂത്തന്റെ ആ അഴുക്ക് അതുപോലെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി അവിടെ കൊണ്ടിട്ടതിന്റെ പേരിൽ അങ്ങനെ പൈസ പല രീതിയിൽ ഏതൊക്കെ രീതിയിൽ ആൾക്കാർ പൈസ എങ്ങനെ പൈസ ഊറ്റാം, ഡ്രൈവർമാരെ എങ്ങനെ ഊറ്റാം എന്ന് വിചാരിച്ച് നടക്കുന്ന ടീംസാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് നമ്മള് ഇവിടെ വന്നപ്പോ തന്നെ ഇതിന് പാസ് ഒരു 2 കിലോമീറ്ററിനകത്ത് ചെക്ക് പോസ്റ്റില് 300 രൂപ കൊടുത്തിട്ട് നമ്മള് 200 രൂപ അടിച്ചു, നമ്മള് 100 കൊടുത്ത്. പക്ഷെ ഈ തമിഴ് അണ്ണന്മാര് പറയുന്ന 50 രൂപ കൊടുത്താൽ മതി, അവർ 50 സമ്മതിക്കത്തില്ല. അവന്മാരെ വിടത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 50 അല്ല 100, 150, 200 അങ്ങനെ ബാർഗൈൻ ചെയ്തിട്ട് പോലും ഞാൻ വിട്, നമ്മുടെ ചായ കുടിക്കാൻ പോലും കാശില്ല എന്തെല്ലാം പറഞ്ഞ് കരഞ്ഞാൽ 100 കൊടുത്തപ്പോ 500 വേണമെന്ന് ഇങ്ങോട്ട്. അതെ, ഇരുന്നപ്പോഴേ ഒരുത്തൻ 3 പേരെ നിന്ന് ഒരുത്തൻ കൈപൊക്കി കാണിക്കാം 500 കൈപൊക്കി കാണിച്ചില്ല 5 മതിയെന്ന്, അതിൽ കൂടുതൽ അതിൽ കുറവ് വേണ്ടെന്ന്. പക്ഷെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല, കേരളത്തിൽ വളരെ കുറവ്. ആരും കേട്ടറിയണ്ട കേട്ടോ. ഇതൊന്നും കണ്ടിട്ടില്ലാത്തോണ്ട് ഇനി ഇത് ഇവിടെ തുടങ്ങിയ നല്ല പ്രസ്ഥാനമായിരിക്കും എന്ന് പറയാൻ തുടങ്ങി വെക്കല്ലേ. ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും പോലീസുകാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും അല്ല, നാട്ടിലെ പോലീസുകാർ അങ്ങനെ കൈക്കൂലി മേടിക്കുന്ന ഒരു പരിപാടി. പിന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അന്യ നാട്ടിൽ വന്നിട്ട് നമുക്കൊരു പ്രശ്നം വരാൻ. തീർച്ചയായിട്ടും ഈ പ്രശ്നം നാട്ടിലുണ്ടോ? ഈ ഇവിടുന്ന് വരുന്ന ഏതെങ്കിലും വണ്ടിക്കാരെ നാട്ടിൽ പോലീസുകാർ പിടിച്ചു പറിക്കോ, നാട്ടുകാർ പിടിച്ചു പറിക്കോ? ആദ്യം നമ്മുടെ നാട്ടുകാർ കൊടുക്കുവാടി. അതെ അതെ, അത്രേ ഉള്ളൂ. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ നാട്. തീർച്ചയായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ പകൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്? രാത്രി ഓടാൻ വേണ്ടി. രാത്രി കുറച്ചെങ്കിലും കുറവുണ്ട് എന്നുള്ളതുകൊണ്ട്. അതെ, വണ്ടിയുടെ RC എടു, ഇപ്പൊ ഫൈൻ അടിക്കും, ഇപ്പൊ ഫൈൻ അടിക്കുക എന്ന് പറയാൻ നമ്മളെ പ്രഷർ കയറ്റി നമ്മളോ വണ്ടിയുടെ പേര് ചെല്ലാൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് 100, 200 കൊടുത്തങ്ങ് ഒഴിവാക്കാൻ കൈക്കൂലി കൊടുക്കുന്നതും തെറ്റാനാണ്. അത് കാര്യം ശരിയാ, പക്ഷെ അത് കൊടുക്കാതെ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല. കുളിക്കാനും അത്യാവശ്യം പാചകം ചെയ്യാനും കുളിക്കാനും ഉള്ള ആവശ്യത്തിന് വേണ്ടി വെള്ളം സൗകര്യം ഉണ്ട്. വെള്ളത്തിന്റെ പിന്നെ തീർച്ചയായിട്ടും പാത്രം കഴുകാനും കുളിക്കാനും അല്ല നമുക്ക് കമ്മ. അതെ അതെ, കോന്നി രജിസ്ട്രേഷൻ. ഓ, നിങ്ങൾ പോവുകയാണല്ലേ ഗൈസ്? അപ്പൊ നമ്മുടെ ഈ ക്രൂ നമ്മൾ വീണ്ടും കാണും അല്ലേ അളിയാ? അതെ, നമ്മൾ ഒരുമിച്ച് ട്രിപ്പിന് നമ്മൾ ഒന്നിച്ച് വരുന്നതായിരിക്കും നമ്മുടെ വണ്ടിയില്. അപ്പൊ നമ്മള് വിഷ്ണുവാളിയ 15 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വിരികയാണ്. ചെന്നൈയിലെ ട്രിപ്പ് വരുന്നുണ്ട്. നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഛത്തീസ്ഗഡ് ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ദില്ലിയിൽ ഒരു യാത്ര ചെയ്യുന്നുണ്ട്. റോളക്സിന്റെ ദില്ലിയിൽ നമുക്ക് ഛത്തീസ്ഗഡ് ഒരു യാത്ര വരുന്നുണ്ട്. ഉടനെ അപ്പൊ അതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എല്ലാവർക്കും അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് LNG പമ്പിൽ എണ്ണ അടിക്കുമ്പോഴത്തേക്കും 2 ബിരിയാണി കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ രണ്ട് ബില്ലായിട്ടാണ് അടിച്ചത്, അതുകൊണ്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ 2 ബിരിയാണി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ രാത്രിയിലേക്കുള്ള ഓക്കെ. നമ്മൾ 10,000 രൂപയ്ക്കും 12,000 രൂപയ്ക്കും 2 സെറ്റായിട്ടാണ് അടിച്ചത്. കാണും കാർഡും GP ആയിട്ട്. അപ്പം നമുക്ക് 2 പ്ലേറ്റ് ബിരിയാണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ടോക്കൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ സൗത്ത് ഇന്ത്യയുടെ ലേറ്റ് ആവാതെ കഴിക്കണമല്ലോ, അല്ലെങ്കിൽ ചീത്തയായി പോകില്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട് പമ്പിനകത്ത് തന്നെ. അവിടെ നമുക്ക് ഈ കൂപ്പൺ കൊടുക്കുമ്പോൾ 2 ബിരിയാണി കിട്ടും. ചെരുപ്പൊക്കെ വെളിയിട്ടൊക്കെ അമ്പലമാണെന്ന് തോന്നുന്നു. കിടത്തിയെന്നില്ല. ബൈ. ഫ്ലാറ്റ് ചെറുതാണ് കേട്ടോ. അപ്പോൾ മുട്ടയുണ്ട് കേട്ടോ ബിരിയാണി ചിലപ്പം. ഇത് ഒരു സെറ്റ്. ഓക്കെ ഓക്കെ, ടാറ്റ. നാട്ടിൽ വെച്ച് കാണാം. അതെ, ഓക്കെ. അടുത്ത ട്രിപ്പ് നമുക്ക് ഒന്നിച്ച് പോവാം. ഓക്കെ ഓക്കെ. അപ്പോൾ പോട്ടെ, ടാറ്റ. അപ്പൊ നമ്മുടെ റോളക്സ് ദില്ലി നാട്ടിലോട്ട് പോവുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ടാറ്റാ ടാറ്റാ ടാറ്റാ, ബൈ ബൈ. സമയം ഏകദേശം 9 മണിയാവുന്നു. അങ്ങനെ നമ്മൾ LNG പമ്പിൽ നിന്ന് ഡീസൽ അടിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഫുൾ ടാങ്ക് എണ്ണ അടിക്കുന്നു. ഇവിടുത്തെ റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 92 രൂപ 64 പൈസയാണ് ഇവിടുത്തെ റേറ്റ്. ഇനി മുകളിലോട്ട് പോകുമ്പോൾ വീണ്ടും കുറയുമെന്നാണ് അറിയുന്നത്.
അങ്ങനെ നമ്മൾ 9 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി നോൺ സ്റ്റോപ്പ് ആണ്. എപ്പോൾ എത്തും എങ്ങനെ എത്തും എന്നൊന്നും അറിയാൻ വയ്യ അരുണാചൽ പ്രദേശ്. അപ്പോൾ നമ്മൾ 325 ലിറ്റർ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 375 ആണല്ലേ? 50 ലിറ്റർ ഡീസൽ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ അടിച്ച് ഇനി നമുക്ക് എവിടെ ചെന്ന് അടിച്ചാൽ മതി? ആസാം വന്നാൽ മതി. ആസാം എത്തുമോ? ഓക്കെ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. ഈ പൈസ നമ്മൾ പമ്പിൽ നിന്ന് ചില്ലറമാരെ എടുത്തതാണ് പോണ വഴിക്ക് കൈക്കൂലിയൊക്കെ കൊടുക്കാനായിട്ട്. വെസ്റ്റ് ബംഗാളിൽ കയറി LNT പെട്രോൾ പമ്പിൽ നിന്ന് രാത്രി 9 മണി ആയപ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നേരെ അരുണാചൽ പ്രദേശ് യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 3500 രൂപയുടെ ചില്ലറ കയ്യിൽ മാറി വെച്ചിട്ടുണ്ട് 100 രൂപ നോട്ടുകളായിട്ട്. ഇത് അത്രയും വെസ്റ്റ് ബംഗാളിൽ മാത്രം കൊടുക്കാനുള്ള പൈസയാണ്. വെസ്റ്റ് ബംഗാളിൽ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ നമ്മൾ വേറെ വെച്ച് അയക്കേണ്ട, കൈക്കൂലി തന്നെയാണ് ഉദ്ദേശിച്ചത്. കൈക്കൂലി കൊടുക്കാൻ വേണ്ടി മാത്രം സാറന്മാർ അവിടെ നിന്ന് തെണ്ടും. ഓരോരോ ഉദ്യോഗസ്ഥർ 3-4 സ്റ്റാറൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് നിന്ന് തെണ്ടുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ കൊടുക്കാതിരിക്കും അല്ലേ? ചില്ലറമാർ വെച്ച് അയക്കുക. ചില്ലറ ഇല്ലെങ്കിൽ പിന്നെ അവർ 500 കൊണ്ടേ പോകത്തുള്ളൂ. സമ്പദ് വ്യവസ്ഥ നാലാമത്തെ സ്ഥാനമുള്ള നമ്മുടെ ഭാരതത്തിലെ സർക്കാർ യൂണിഫോം ഇട്ട് വഴിയിൽ ധർമ്മം എടുക്കുന്ന പിച്ചക്കാരെ കൊടുക്കാൻ വേണ്ടിയുള്ള കാശാണ് ഇത്. അത് നമ്മൾ അതൊന്നും ആലോചിക്കണം. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഈ 100 രൂപ നോട്ടുകൾ ഒപ്പിച്ചെന്നാല്. അതെ, ഈ എത്ര അടുത്ത് ചോദിച്ചിട്ടെന്നാണ് ഇത്രയും നോട്ടുകൾ 35-100 നോട്ടുകൾ ഉണ്ടാക്കിയതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അതെ. അപ്പം ഇതെല്ലാം കഷ്ടപ്പാടും സഹിച്ചു പോവാണ്. നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന്. നമുക്ക് പാസിംഗ് ലോഡാണ്. അതെ, പാസിംഗ് ലോഡാണ്. ഹൈറ്റ് ഇല്ല, ഒന്നുമില്ല. പുതിയ വണ്ടിയാണ്, പേപ്പർ ക്ലിയർ ആണ്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അതെ. 100 സിമെന്റ്. നമ്മുടെ യാത്ര തുടങ്ങി ഏകദേശം 5-10 കിലോമീറ്ററിനകത്ത് തന്നെ നമ്മൾ ആദ്യം ഒരു ചെക്ക് പോസ്റ്റ് കണക്ക് ഒരു ബാരിക്കേറ്റൊക്കെ വെച്ച് ഒരു 3 പോലീസ്, പിന്നെ ഒരു ആർമി യൂണിഫോം ഇട്ട ഒരു പോലീസാണോ മറ്റേ എന്താണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ യൂണിഫോം ഉണ്ട്. ഓക്കെ. പക്ഷെ അവരെ കൂടെ തന്നെ പിന്നെ ഒരു 2 ലോക്കൽ ആയിട്ടുള്ള ടീമുകൾ, ഗുണ്ടകളാണോ അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ട്. ഈ 2 പേര് വണ്ടി തടഞ്ഞു നിർത്താനായിട്ട് എക്സ്പെർട്ടായിട്ടുള്ളവരാണ്. അപ്പോൾ പോലീസ് ഒരു സൈഡിൽ നിൽക്കത്തേ ഉള്ളൂ. ഈ തടഞ്ഞു നിർത്തുന്നതും കാര്യങ്ങളൊക്കെ ഈ റൗഡികളാണ്. അടുത്ത ചെക്ക് പോസ്റ്റ് അല്ല ഓടി വാങ്ങുന്നത്. അതിപ്പോ വന്നതാ, ഇതുണ്ടായിരുന്നോ നേരത്തെ? അവിടുത്തെ SIക്കും പകച്ചിട്ട് അത് കിടിലായിട്ട് കിട്ടി. आर्मी क्या गाड़ी है? हाँ, आर्मी क्या गाड़ी है? हाँ. ആ ലോക്കലായിട്ടുള്ള ആൾ വന്ന് എന്തോ വേണം പോലെ നമ്മളെ പോലീസ് ഇപ്പം അപ്പുറത്ത് കിടപ്പുണ്ട്. ഇതൊക്കെ പോലീസ് തന്നെയാണോ? ഇവരൊക്കെ ഈ നിപ്പും പാവവും നടത്തവും ഒക്കെ കണ്ടിട്ട് പോലീസ് കണക്കുള്ളൊരു ഇത് കാണുന്നില്ല. കളക്ഷൻ ഏജന്റ്. അപ്പൊ എളിയ ഏകദേശം 2 കിലോമീറ്റർ വന്നോളൂ രണ്ടാമത്തെ പൈസക്ക്. അവിടുത്തെ പോലീസിന്റെ ലോക്കൽ പോലീസ് ആളുകളാണിത്. അതൊരു സ്റ്റേഷൻ പരിധിയാ. ഓക്കെ. ഇത് അടുത്ത സ്റ്റേഷൻ പരിധി. ഓക്കെ. ഇയാള് പൈസ വാങ്ങുന്ന അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റേ നമ്മുടെ മുന്നിലുള്ള വണ്ടി തന്നെ പൈസ വാങ്ങുന്നത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ടോളല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ടോളിലാണ് അടുത്ത പിരിവ് നടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ടോളിൻ്റെ പേര് നോക്കട്ടെ.
പേരെന്തോ ടോളിൻ്റെ? കരപ്പൂർ ടോൾ. കരപ്പൂർ ടോൾ. കരപ്പൂർ ടോളാണ് ഇത്. കരപ്പൂരം 10-15 കിലോമീറ്റർ കഴിഞ്ഞാൽ കരപ്പൂരം. LNT നിന്നും കരപ്പൂർ എത്തിയപ്പോഴത്തേക്കും മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നിൽക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2 ഓക്കെ ഉണ്ട് നേട്ടാ. നമ്മളെ വലിയ വണ്ടി കണ്ടപ്പോഴേ റോഡിന് നടുക്കോട്ട് കയറി നിൽക്കുകയാണ് സാറന്മാര്. സിമെന്റ്. സിമെന്റ്. കൊടുത്തോളൂ. അങ്ങനെ 300 പോയി കിട്ടി. ഹലോ. അപ്പോൾ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ആദ്യത്തെ ദിവസത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. രാത്രി സമയം ഏകദേശം ഒരുപാടായി. നമുക്കിനി ഒരുപാട് ദൂരം പോകാനുണ്ട്. രാത്രി കാഴ്ചകൾ നമുക്കധികം കിട്ടത്തുമില്ല. പുതിയ എപ്പിസോഡും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. വെസ്റ്റ് ബംഗാളിൽ ഒരുപാട് കാഴ്ചകൾ ഇനി ബാക്കിയുണ്ട്. ഓക്കെ, ബൈ ബൈ.